നമ്മുടെ ഭാരത സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രിയാണ് രാമായണം. ആദ്യം ജനിച്ച കുഞ്ഞ. നമ്മുടെ സാഹിത്യത്തിനൊരു തറവാടുണ്ടെങ്കിൽ അതിലാദ്യം ജനിച്ച മനോഹരിയായ സരസ്വതി ദേവിയാണ് ആദികവിയുടെ ആദർശ പുരുഷന്റെ ജീവചരിതം നമ്മെ പഠിപ്പിച്ച കാവ്യമാണ് രാമായണം. രാമായണത്തിൽ ഗുരുനാഥനാര? നാരദനാണ്. ശിഷ്യനാര? വാൽമീകിയാണ്. ആരാ ചോദ്യം ചോദിക്കുന്നേ? വാൽമീകിയാണ് ചോദ്യം ചോദിക്കുന്നേ. ആരാ ഉത്തരം പറയുന്നേ? ഗുരുനാഥനാണ്. നോക്കൂ, മഹാഭാരതം എടുക്കൂ. മഹാഭാരതത്തിൽ ആരാ ചോദ്യം ചോദിക്കുന്നത്? ശിഷ്യനാണ്. ഭാഗവതം എടുക്കൂ, പുരാണങ്ങൾ എടുക്കൂ, ആരാ ചോദ്യം? ശിഷ്യൻ ചോദ്യം ചോദിക്കുന്നു, ഗുരുനാഥൻ ഉത്തരം പറയുന്നു. ഭാരതീയ വിദ്യാഭ്യാസം നോക്കൂ. ഇനി വരാൻ പോകുന്ന ഭാരതത്തിന്റെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും നോക്കൂ. ചോദ്യം ചോദിക്കുന്ന ശിഷ്യന്മാരും ഉത്തരം പറയുന്ന ഗുരുനാഥന്മാരും ഉണ്ടാകുന്നത് കാണാം. പക്ഷെ നമ്മുടെ വർത്തമാന കാലത്തിലെ ക്ലാസ് മുറികളിൽ ടീച്ചർ ചോദ്യം ചോദിക്കും, മാസ്റ്റർ ചോദ്യം ചോദിക്കും, കുട്ടികൾ ഉത്തരം പറയണം. കാലം മാറി, കാലഘട്ടം മാറി. താന്താങ്ങളുടെ ആവശ്യങ്ങളെ ഉന്നയിക്കാനും തൻ്റെതായ ഒരു അഭിപ്രായത്തെ തല ഉയർത്തി പറയുവാനും വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കണം. അത്തരത്തിൽ ഒരു പ്രാപ്തി നൽകുന്ന മഹാഭാരതത്തിലെ ചോദ്യങ്ങളുടെ രൂപത്തിൽ സുന്ദരമായ ഒരു ഉപപർവമാണ് ഭഗവത്ഗീത. അതിലാരാ ചോദ്യം ചോദിക്കുന്നേ? ശിഷ്യനാണ്, അർജുനനാണ്. ആരെ ഉത്തരം പറയുന്നേ? ഗുരുനാഥനാണ്, കൃഷ്ണനാണ്. ഇതാണ് ഭാരതം. ഇതാണ് ഭാരതത്തിന്റെ വിദ്യാഭ്യാസം. ഇതാണ് ഭാരതത്തിന്റെ രീതി. ഇതാണ് ഭാരതത്തിന്റെ നീതി. നിങ്ങൾക്ക് ഏത് ചോദ്യവും ഉന്നയിക്കാം, നിങ്ങളെ പുറത്താക്കില്ല. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ സ്വർഗം നിഷേധിക്കില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങളിലൂടെ വളരാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് മഹാഭാരതത്തിലെ സുന്ദരമായ ഭഗവത്ഗീതയും ഏതാണോ വൈദികമായ ഒരു സത്ത, ഒരു രീതി നമുക്കുള്ളത്, ആ രീതിയെ പിന്തുടരുന്ന അതേ വൈദിക ഗ്രന്ഥത്തിന്റെ, വേദഗ്രന്ഥത്തിന്റെ സ്വഭാവമാണ് ഭഗവത്ഗീതയ്ക്ക്.